നമ്മുടെ പോത്തുങ്ങൾ നല്ല രീതിയിൽ നല്ല വെടുപ്പായിട്ട് കയറ്റിയിട്ട് തിന്നു തുടങ്ങി. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ മനസ്സിലാവും. കാട്ടാതെ നക്കി തുടച്ച് സെറ്റായി. പിണ്ണാക്കും തവിടും കൂടുതലായി ഞാൻ കൊടുക്കുക പിണ്ണാക്കും തവിടുകളാണ്. ബാക്കിയുള്ള സാധനങ്ങൾ കുടുംബ തവിട് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉഴുന്നും തവിട് ആ സാധനങ്ങളൊന്നുമല്ല. പിണ്ണാക്ക് ചോളത്തവിട്, അതായത് കൂടുതലും പരുത്തി പിണ്ണാക്ക് ചോളത്തവിട് കൂടുതൽ ഞാൻ ഉപയോഗിക്കുന്ന സാധനം. അതവർ ഇഷ്ടപ്പെട്ട് കഴിച്ച് തുടങ്ങുകയാണെങ്കിൽ വയറ് നിറച്ച് പുല്ല് തിന്ന് അതിൻ്റെ ഒപ്പം വൈകുന്നേരങ്ങളിൽ ഒരു നേരം കയറ്റിയിട്ട് അവർക്ക് കയറ്റി കൊടുക്കുമ്പോൾ പെട്ടെന്നുള്ളൊരു വളർച്ചയ്ക്ക് അതൊരു കാരണമാകും. കൂടുതലും വേനൽക്കാലത്താണ് 2 നേരം കയറ്റിയിട്ട് കൊടുക്കുക. കൂടുതലും പുല്ല് തിന്ന് വയറ് നിറച്ചതിന് ശേഷം ഒരു നേരം കയറ്റിയിട്ട അല്ലെങ്കിൽ 2 നേരമാണെങ്കിൽ അതും കുഴപ്പമില്ല. അത് വേനൽക്കാലത്താണ് നമ്മൾ കൂടുതലും ചെയ്യൽ. ഹലോ നമസ്കാരം, എല്ലാവർക്കും അജസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിപ്പോൾ നമ്മുടെ പോത്തിൻ്റെ തീറ്റയുടെ ഒരു വീഡിയോ ആണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ തീറ്റകൾ ഞാൻ ഇപ്പോൾ നിലവിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത് പെല്ലറ്റും പരുത്തിപ്പിണ്ണാക്കാണ്. ഈ ഒരു പെല്ലറ്റാണ് നമ്മൾ കൊടുക്കുന്നത്. ഇതിൽ കറക്റ്റായിട്ട് അവർ എഴുതിയിട്ടുണ്ട്. ഇത് കറവ പശുക്കൾക്കുള്ളതല്ല, നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് എഴുതിയാണ് കറക്റ്റ് മനസ്സിലാവും. ഇതിന് റിസൾട്ടും ഉണ്ട് കേട്ടോ, നല്ല മാതിരി റിസൾട്ടും ഉണ്ട്, നല്ല ഇതാണ്. പക്ഷേ ഈ പെല്ലറ്റിൻ്റെ കേസ് അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഞാൻ എന്തോരം വളവിൽ കൊടുക്കുന്നുണ്ട്, തീറ്റ ഇപ്പോൾ കൊടുക്കുന്ന തീറ്റ എന്തൊക്കെയാണെന്നുള്ളത് പറയാം. ഇനി ഞാൻ നിങ്ങൾക്ക് പരുത്തിപ്പിണ്ണാക്ക് കാണിച്ചു തരാം കേട്ടോ. പരുത്തിപ്പിണ്ണാക്ക് ഏകദേശം ഇത് രണ്ടും നമുക്ക് എടുത്തിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 17 ദിവസത്തോളമായി കഷ്ടി. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന അളവ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു 30 രൂപ ബഡ്ജറ്റിലാണ് ഇപ്പോൾ നിലവിൽ പോത്തിൻ്റെ തീറ്റ ചെലവ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇനി ചിലപ്പോൾ ഒരു 10 15 ഒക്കെ വേനൽക്കാലാകുമ്പോൾ കൂടാനുള്ള സാധ്യതയുണ്ട്. ഇത് പരുത്തിപ്പിണ്ണാക്ക് 50 കിലോൻ്റെ ബാഗാണ്. ഇനി നമുക്കൊരു 4-5 ദിവസം കൂടി കൊടുക്കാനുള്ള തീറ്റ അതിലുണ്ട്. പെല്ലറ്റ് കഷ്ടി ഒരു 2 ദിവസത്തേക്കും കൂടി കൊടുക്കാനുള്ളത് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ നിലവിൽ നമ്മൾ കപ്പലിൻ്റെ പിണ്ണാക്ക് കൊടുക്കാറുണ്ട്, ചോളത്തവിട് കൊടുക്കാറുണ്ട്. അതുമാതിരി തന്നെ പെല്ലറ്റ് ഇപ്പോൾ ആദ്യമായിട്ട് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന പരുത്തിപ്പിണ്ണാക്ക് നമ്മൾ 3, 4, 5 ഐറ്റം, അതുപോലെ കപ്പലിൻ്റെ പിണ്ണാക്ക്, പരുത്തിപ്പിണ്ണാക്ക്, തേങ്ങാ പിണ്ണാക്ക്, ചോളത്തവിട്, അതുപോലെ തന്നെ ഉഴുന്നും തവിട്, അങ്ങനെ ഐറ്റംസ്, പെല്ലറ്റ്, അങ്ങനെ കുറേ ഐറ്റംസ്. ചില സമയങ്ങളിൽ നമ്മളത് എല്ലാം കൂടി ഒരുമിച്ച് ചെറിയ അളവിലിട്ട് കൊടുക്കും. അല്ലെങ്കിൽ ചില സമയത്ത് 1-2 സാധനങ്ങൾ, അല്ലെങ്കിൽ 2-3 സാധനങ്ങൾ, അല്ലെങ്കിൽ 1-2 സാധനങ്ങൾ വലിയ അളവിൽ. അതൊരു നമുക്കൊരു ബഡ്ജറ്റ് ഉണ്ട്. ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ നമ്മളൊരു 30 രൂപ ബഡ്ജറ്റിൽ ചെയ്യുമ്പോൾ ഇനി അങ്ങോട്ട് ചിലപ്പോൾ 30 എന്നുള്ളത് 40, 45. അത് പുല്ലിന്റെ ഇതനുസരിച്ച്, അതായത് വേനൽക്കാലം എങ്ങനെയാണ് അവസ്ഥ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഞാൻ എന്തോരം അളവ് കൊടുക്കുന്നതെന്ന് പറഞ്ഞ് മനസ്സിലായില്ല. അപ്പോൾ പരുത്തിപ്പിണ്ണാക്ക് ഞാൻ ഇപ്പോൾ എൻ്റെ അളവിൽ, അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് തീറ്റനെ കുറിച്ച് ഫുള്ളായിട്ട് അപ്പോൾ ഓരോ സമയത്തും ഞാൻ പറയാനുള്ള സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു തീറ്റ ഒരിക്കലും നോൺ സ്റ്റോപ്പ് ആക്കി കൊടുക്കില്ല. ഞാൻ എല്ലാ മാസവും അല്ലെങ്കിൽ ഒരു 10-20 ദിവസം, അല്ലെങ്കിൽ 40 ദിവസം, 50 ദിവസം, ഒരു 1-1.5 മാസത്തിൻ്റെ ഇടയിൽ 2-3 സ്റ്റെപ്പ് തീറ്റകൾ എപ്പോഴും മാറ്റിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ആദ്യം കൊടുത്തുകൊണ്ടിരിക്കുന്നത് പരുത്തിപ്പിണ്ണാക്കും ചോളത്തവിടും കപ്പലിൻ്റെ പിണ്ണാക്കും അടുത്ത് കൊടുത്തിരുന്നെങ്കിൽ, ഇപ്പോൾ പിന്നെ കൊടുത്തിരുന്നത് ചോളത്തവിടും പരുത്തിപ്പിണ്ണാക്കും പെല്ലറ്റായിരുന്നു. ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് പരുത്തിപ്പിണ്ണാക്കും പെല്ലറ്റാണ്. ഇനി അടുത്ത സ്റ്റെപ്പ് ചിലപ്പോൾ ചോളത്തവിടും കപ്പലിൻ്റെ പിണ്ണാക്കായിരിക്കും. അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, ഒരു മാസം അല്ലെങ്കിൽ ഒരു 10-20 ദിവസം ആകുമ്പോൾ, അല്ലെങ്കിൽ ഓരോ തീറ്റകൾ കഴിയുന്നതനുസരിച്ച് നമ്മൾ തീറ്റകൾ എപ്പോഴും മാറ്റിക്കൊണ്ടേയിരിക്കും. അതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ പരുത്തിപ്പിണ്ണാക്ക് നമ്മൾ ഇപ്പോൾ നിലവിൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു 2.5 കിലോ പരുത്തി, അതായത് കഷ്ടി ഒരു 100 രൂപ 105 രൂപയുടെ റേഞ്ചിൽ പരുത്തിപ്പിണ്ണാക്ക് നമുക്കൊരു ഇവിടെ 42 രൂപയാണ് വില വരുന്നത്. അപ്പോൾ ഒരു 100-110 റേഞ്ചിൽ നിങ്ങൾ പിടിച്ചോ, നമുക്ക് വില വരും. ഇതിപ്പോൾ ഈ 20 ദിവസം അല്ല കേട്ടോ, ഇതിപ്പോൾ കഷ്ടി നമുക്ക് ഒരു 22-23 ദിവസം കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളൊരു 2.5 കിലോ എന്ന് പറഞ്ഞാൽ ഏകദേശമാണ്. ചില ദിവസങ്ങളിൽ 2.25 ആവാം, ചില ദിവസങ്ങളിൽ 2.200 ആവാം. അതായത് അഡ്ജസ്റ്റ്മെന്റിൽ 1-2 കട്ടകൾ കുറയുന്നതിനും കൂടുന്നതിനനുസരിച്ച് തൂക്കത്തിൽ മാറ്റം വരും. പക്ഷേ നമ്മൾ ഈ സാധനം ഇന്ന് കൂടിയ പിറ്റേ ദിവസം നമുക്ക് അളവ് കുറഞ്ഞിരിക്കും. അതെന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 20 ദിവസം 22 ദിവസം നമുക്കൊരു ടാർഗറ്റ് ഉണ്ട്. ഇതുമേ പെല്ലറ്റ് അതുമാതിരി തന്നെ 3 കിലോനാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത് 1250 കഷ്ടി. അപ്പോൾ നമുക്കൊരു 25 രൂപ 26 രൂപ വില വരുന്നുണ്ട് 1 കിലോന്. അപ്പോൾ നമ്മളൊരു ഇതൊരു 100, 110, ഇതൊരു 70, 80 രൂപ റേഞ്ച്, അതായത് ഒരു 150 രൂപ നമ്മൾ എങ്ങനെ പോയാലും ടാർഗറ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ചേട്ടൻ പറഞ്ഞ കണക്ക് വെച്ച് നോക്കുമ്പോൾ 150 അല്ല 110, 80, 190, 200 ആയില്ലെന്ന്. ഒരിക്കലും ഞാൻ പറഞ്ഞില്ല, നമ്മൾ കണക്ക് പറഞ്ഞ് വെച്ച് നോക്കുമ്പോൾ പെല്ലറ്റ് 16 ദിവസവും പരുത്തിപ്പിണ്ണാക്ക് 20 ദിവസം കണക്ക് കിട്ടുള്ളൂ. പക്ഷെ നമുക്കിപ്പോൾ ഇതിപ്പോൾ ഒരു 17 ദിവസമായി, ഇതിപ്പോൾ ഒരു 17 ദിവസമായി, രണ്ടും ഒരുമിച്ച് എടുത്താണ്. ഇത് നമുക്ക് നാളത്തേക്കും കൂടിയും കിട്ടും. അതായത് 18, 19, ഇന്ന് 17 ദിവസം, 18-19 ദിവസം ഇതും കിട്ടും. ഇതൊരു 22-23 ദിവസം കിട്ടും. അപ്പോൾ നമുക്ക് തീറ്റയുടെ മാറ്റം മനസ്സിലാവില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞ റേഷ്യോ അതിലവിടെ അഡ്ജസ്റ്റ്മെന്റ് ആയി.
ഇനി നമ്മൾ എന്തോരം അളവിടുന്നുള്ളത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഈ പാത്രം കൊണ്ട് നമ്മളൊരു 4 പാത്രമാണ് ഇത് എടുക്കാറ്. സാധാരണഗതിയിൽ നമ്മൾ തവിട് ഉണ്ടെങ്കിൽ പെല്ലറ്റ് കുറയ്ക്കാറുണ്ട് കേട്ടോ. ഇത് തവിട് ഒഴിവാക്കിയപ്പോഴാണ് നമ്മൾ പെല്ലറ്റ് ലേശം ഇത്രയും അളവിൽ കൂട്ടിയത്. തവിട് നമ്മളൊരു 2 കിലോ തവിട് കയറ്റുമ്പോൾ 1/2 കിലോ കപ്പലണ്ടി പിണ്ണാക്കും ഒരു 1.5 കിലോ പെല്ലറ്റും കുറയ്ക്കും. ഇത് നമുക്ക് പരുത്തി പിണ്ണാക്കും. അത് ഞാൻ പറഞ്ഞില്ലേ, നമുക്കൊരു കൈയളവാണ്. ഞാൻ പറഞ്ഞില്ലേ, നമുക്കിതൊരു 20 ദിവസം നമ്മൾ ഇടണം കണക്കാക്കുമ്പോൾ നമ്മളത് 2-3 ദിവസം കൂടുതൽ ഓടിക്കും. അതായത് 20 ദിവസം ബഡ്ജറ്റ് ഇടുമ്പോൾ നമ്മളത് 15 ദിവസം കൊണ്ട് അവസാനിപ്പിക്കുകയല്ല. 20 ദിവസം ബഡ്ജറ്റ് ഇടുമ്പോൾ നമ്മളതൊരു 24-25 ഒരു 3-4 ദിവസം കൂടുതൽ ഓടിക്കും. സാധനങ്ങൾക്ക് ഭയങ്കര വിലയാണ്. നമുക്കൊരു 30 രൂപ ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ എങ്ങനെ പോയാലും 6 ആൾക്ക് ഒരു 150 രൂപ, ഒരു മാസത്തേക്ക് നമ്മൾ എങ്ങനെ പോയാലും ഒരു 6000 രൂപ നമ്മൾ കണക്കാക്കുന്നുണ്ട്. ഇനി ഒരു 30 രൂപയുടെ തീറ്റ ചെലവ് കൊടുക്കാണ്ട് നമുക്കത് മുതലാവൂല. ഇതാണോ 2 കിലോ കഷ്ടി 2 കിലോൻ്റെ റേഞ്ചിലുള്ള പരുത്തി പിണ്ണാക്കാണ്. നമുക്കിപ്പോൾ ഇടുമ്പോൾ അതിനൊരു അളവുണ്ട് കേട്ടോ. അല്ലാണ്ട് നമ്മൾ ഒന്നും കാണാതെ ചെയ്യുന്നില്ല. അപ്പോൾ 17 ദിവസം, ഇന്ന് 17ാമത്തെ ദിവസമാണ്. ഇനിയൊരു ഞാൻ പറഞ്ഞില്ല, ഒരു 2 ദിവസം കഷ്ടി നമുക്ക് ആ പെല്ലറ്റും കിട്ടും. ഒരു 5 ദിവസത്തിന് മേലെ പരുത്തി പിണ്ണാക്കും കിട്ടും. ഇനി നമ്മൾ ചെയ്യാൻ പോണതിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഈ നിൽക്കുന്ന തീറ്റ അതൊന്നും മുകളിലേക്ക് കാണിച്ചു. ഈ കെടുക്കുന്ന തീറ്റയുടെ മോൾ ഭാഗം വെള്ളം കെട്ടി നിൽക്കുന്ന അവസ്ഥ, അതായത് കണ്ടമാനം വെള്ളം ഒഴിച്ച് കുഴന്നാക്കില്ല, ഒരു ലേശം തിക്കിലാണ് കൊടുക്കുക. അപ്പോൾ ഈ എടുക്കുന്ന തീറ്റകൾ മുകളിൽ കുറച്ചങ്ങോട്ട് മുകളിലേക്ക് വെള്ളം കയറ്റി നിർത്തുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വെള്ളം കുടിച്ച് വരുമ്പോൾ ആ വെള്ളം വെറ്റിപ്പോവും. ഞാൻ കാണിച്ചു തരാം. ഇത് നമ്മളിത് കണ്ടോ, ഇതൊരു ഇപ്പൊ കാലത്താണ്. ഞാൻ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ നിൽക്കുന്ന നേരത്ത് കണ്ടില്ലേ, ഇതിലെന്തോരം വെള്ളം ഒഴിച്ചിന്റെ കാര്യങ്ങൾ എന്നൊക്കെ നിങ്ങൾ കണ്ടല്ലോ. ഉച്ചയ്ക്ക് ശേഷം കറക്റ്റായിട്ട് മനസ്സിലാവും. അങ്ങനെ നമ്മൾ കഷ്ടി ഒരു 3 കിലോന്റെ താഴെ പെല്ലറ്റും, ഇത് 3 കിലോ പെല്ലറ്റ് ഉണ്ടാവില്ല കേട്ടോ. നമ്മൾ കണക്ക് പറഞ്ഞു വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഒരു 20 ദിവസത്തിന്റെ താഴെ കിട്ടി. അപ്പോൾ ഒരു 2.5 കിലോ പെല്ലറ്റൊക്കെ നമ്മൾ ഒരു ദിവസം കൊടുക്കുന്നുണ്ടാവുള്ളൂ. എന്നാലും ഞാനൊരു ഏകദേശം കണക്ക് പറയുന്നു മാത്രം. നിങ്ങൾക്ക് കൂട്ടാൻ കുറയ്ക്കാം, കമന്റ് ഉണ്ട്, ഒരു കമന്റ് ഇടാം. ഇതൊക്കെ എങ്ങനെയാണെന്നില്ല ഇപ്പോഴത്തെ തീറ്റയിൽ ഞാൻ പറഞ്ഞില്ല, പരുത്തി പിണ്ണാക്കും പെല്ലറ്റാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ ചോളത്തവിടും കപ്പലി പിണ്ണാക്കും കൊടുക്കും, പരുത്തി പിണ്ണാക്കും ചോളത്തവിടും കൊടുക്കും. അങ്ങനെ പല, ഞാൻ പറഞ്ഞില്ല, ഞാനൊരു 10, 20, 30 ദിവസത്തിന്റെ ഇടയ്ക്ക് തീറ്റകൾ എപ്പോഴും മാറ്റി മാറ്റി കൊടുത്തുകൊണ്ടിരിക്കുക. എല്ലാ തീറ്റകളും അവരെ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് ടൈമിലാണ് ബുദ്ധിമുട്ടുള്ളത്. തീറ്റകൾ എടുത്തു തുടങ്ങി കഴിഞ്ഞാൽ അത് പ്രശ്നമില്ല. പിന്നെ എന്തിട്ടെങ്കിലും ഒരു തീറ്റ അവർക്ക് വേണമെന്നുണ്ടാവും, അത് നമ്മൾ കട്ടാക്കാൻ പാടില്ല. പുതിയ തീറ്റകളെ ആഡ് ചെയ്യുമ്പോൾ, അതായത് തിന്ന് ശീലമില്ല, അതായത് ഇപ്പൊ കൊപ്ര പിണ്ണാക്ക് ഇതിലെ തേങ്ങ പിണ്ണാക്ക് ഇതിൽ ആഡ് ചെയ്യുകയാണെങ്കിൽ എന്താ പറയാ, തേങ്ങ പിണ്ണാക്ക് ഇതിൽ ആഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ കഴിച്ചു എന്ന് വരില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ കഴിക്കാൻ കൂട്ടാക്കാത്ത തീറ്റകൾ ഇതിൽ ഒഴിവാക്കുക, കഴിച്ച് ശീലിപ്പിച്ചതിന് ശേഷം മാത്രം പുതിയ തീറ്റകൾ ചേർക്കുക, അല്ലെങ്കിൽ ബാക്കിയുള്ളതൊക്കെ വേസ്റ്റ് ആവും. ഇപ്പൊ ഇതാ കണ്ടല്ലേ പരുത്തി പിണ്ണാക്കുന്നത്, ഇപ്പോൾ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്നതാണ്. കണ്ട, ഇനി ഇതിപ്പോൾ ഒരു 2 മണിക്കൂർ കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ഉച്ച ആകുമ്പോൾ, ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ സമയം ഒരു കാലത്ത് 8 മണി ആവാറതിൻ്റെ, ഇനി ഒരു ഉച്ച ആകുമ്പോൾ ഇത് എന്താണ് അവസ്ഥ എന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിപ്പോൾ ബക്കറ്റിൽ ഇത് നിറഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. ഇനി ഇതിപ്പോൾ വെള്ളം ഉണ്ട്. ഇനിയിപ്പോൾ ഉച്ച ആകുമ്പോൾ എന്താ ഇതിൽ കുറച്ചും കൂടി വെള്ളം ഒഴിക്കേണ്ടി വരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം വെള്ളം കുടിച്ച് കംപ്ലീറ്റ് വീർത്തുണ്ടാവും. അപ്പോൾ 30 രൂപ ബഡ്ജറ്റിൽ നമുക്ക് എന്തൊക്കെ തീറ്റകൾ കിട്ടും എന്നുള്ളത് മനസ്സിലായില്ലേ. ഇതെന്തായാലും റിസൾട്ട് ഉണ്ട് കേട്ടോ. ഈ പെല്ലറ്റും നല്ല റിസൾട്ട് ഉണ്ട്. ഇതിനെക്കുറിച്ചൊക്കെ വീഡിയോ ചെയ്യാം നമുക്ക്. അപ്പോൾ ഇനി തീറ്റ കൊടുക്കേണ്ട സമയമാണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക. തീറ്റകൾ തീർച്ചയായിട്ടും കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ ഒരു 25 രൂപ 30 രൂപ ബഡ്ജറ്റ് എന്ന് പറഞ്ഞ പൂത്തിന് പോയോണ്ട് ഒരു നഷ്ടവും ഇല്ല. ഇനിയിപ്പോൾ നമുക്കൊരു 4-5 മാസമുള്ളൂ, വേനൽക്കാലമാണ് വരാൻ പോണേ. ഇനി ശ്രദ്ധിച്ചാലാണ് നമുക്ക് ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഉച്ചയായപ്പോൾ കണ്ടോ, ഒഴിച്ച വെള്ളമൊക്കെ അത് കുടിച്ച് കുതിർന്ന് ഇനിയും കുറച്ച് വെള്ളം ഒഴിക്കണം കേട്ടോ. ഞാനിത് വലിയ ബക്കറ്റിലാണ് മിക്സിങ്ങിന് എടുക്കാറ്. പക്ഷേ ഇന്നിത് ചെറിയ ബക്കറ്റിൽ നിങ്ങൾക്ക് അളവ് മനസ്സിലാകാൻ വേണ്ടി എടുത്തതാണ്. നമ്മളിത് വലിയ ബക്കറ്റിൽ കുറച്ചും കൂടി വെള്ളം കൂടുതൽ ഒഴിച്ച് കഴിഞ്ഞാൽ കണ്ടമാനം ലൂസിലേക്ക് വരില്ല. പക്ഷേ നല്ല പതിരിമാതിരി അത്യാവശ്യം വെള്ളം കുടിക്കാവുന്ന കണ്ടീഷനില്ലേ. പരുത്തി പിണ്ണാക്കൊക്കെ നല്ല മാതിരി വെള്ളം കുടിക്കും. അപ്പോൾ ഞാൻ പോരായ്മയുള്ള വെള്ളം വീണ്ടും ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഇനി അത്യാവശ്യം വീണ്ടും ഇനി വെള്ളം കുടിക്കും. അത് കഴിഞ്ഞാൽ കുറച്ചും കൂടി വെള്ളം ഇതിൽ ആഡ് ചെയ്യേണ്ടി വരും.
അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കുന്നു. ഇതുപോലത്തെ വീഡിയോസ് ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഈ പ്രാവശ്യം കൊടുത്തത് പരുത്തി പിണ്ണാക്കും പെല്ലറ്റാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു കേട്ടോ.